ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാമേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഏറ്റുമാനൂർ അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേനാട് എക്സ്പ്രസ് കയറിയിട്ടാണ് ഞങ്ങൾ ഏറ്റുമാനൂരിലോട്ട് പോയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോഴാണ് മമ്മി പറഞ്ഞത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്നുള്ള കാര്യമേ. ഇത് ശനിയാഴ്ച ഞങ്ങൾ പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഏറ്റുമാനൂർ അമ്പലത്തിൽ തൊഴുതിന് ശേഷം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പിന്നെ ഈ കാണുന്ന അന്തിമഹാകാളൻ കാവിലും പോയി കേട്ടോ. ഈ ഒരു കാവ് ഏറ്റുമാനൂർ അമ്പലത്തിന് വെളിയിലാണ്, അത് കുറച്ചധികം നടക്കാനുണ്ട്. ഈ കാണുന്ന ആൽമരം ഏറ്റുമാനൂർ അമ്പലത്തിനുള്ളിലുള്ളതാണ്. ഈ ഒരു ആൽത്തറയുടെ ചുറ്റിലും ആലിലയിൽ 3 കല്ലുകൾ വീതം വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ആൽത്തറയുടെ ചുറ്റിലുമായിട്ട് ഓരോരുത്തർ ആലിലയിൽ 3 കല്ലുകൾ വീതം വെച്ച് വലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മനസ്സിൽ 3 കാര്യങ്ങൾ ആഗ്രഹിച്ച് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു. ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുള്ളവർ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ തൊഴുതൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിപ്പോൾ ഉച്ച അടുക്കാറായി കേട്ടോ. അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി വേണം വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഞാനൊരു മസാല ദോശ വാങ്ങിച്ചു, മമ്മി ഇടിയപ്പം വാങ്ങിച്ചു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത് ബസ്സിനാണേ. അങ്ങോട്ട് ഞങ്ങൾ ട്രെയിന് പോയി, തിരിച്ചിങ്ങോട്ട് വരാൻ നേരം ബസ്സിന് വന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ 3 മണിയായി കേട്ടോ. ഈ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് താമസം എടുത്തത്. കടുംപായസവും പാൽപ്പായസം. കടുംപായസം നമുക്ക് കിട്ടാൻ അധികം താമസമില്ല, കാരണം അമ്പലത്തിൻ്റെ അകത്തുനിന്നും വെളിയിൽ നിന്നും നമുക്ക് രസീത് എഴുതിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടും. പക്ഷേ പാൽപ്പായസം നമുക്ക് 11:30 ആയിട്ടേ കിട്ടത്തുള്ളായിരുന്നേ.